ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് വേണം നമ്മുടെ ടയറിൻ്റെ പ്രഷർ ചെക്ക് ചെയ്യേണ്ടതെന്ന്. ഞാൻ ഇതിനു മുമ്പ് ചെക്ക് ചെയ്തിടുന്നത് ഒരു 1 or 2 വീക്സിൽ ഒരു പ്രാവശ്യമായിരുന്നു. അപ്പോൾ എനിക്ക് 2-3 PSI അടുപ്പിച്ച് ടയർ പ്രഷർ ലോവർ ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ തന്നെ അടിക്കേണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചാളായിട്ടൊരു 4 വീക്സായിട്ട് ഞാൻ എയറൊന്നും ചെക്ക് ചെയ്തിട്ടില്ല. ഞാൻ ഈ ഇടയ്ക്ക് വെച്ച് പോയപ്പോഴത്തേക്ക് പമ്പിലെ മെഷീൻ ഡാമേജ് ആയിരുന്നുകൊണ്ട് ഞാൻ അടിക്കാൻ തിരിച്ചു വരികയാണ് ഉണ്ടായത്. അപ്പോൾ അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോൾ പമ്പിലെ മെഷീൻ അവർ ശരിയാക്കിയിട്ടുണ്ട്. അവിടെ പോയിട്ട് ഇപ്പോൾ എത്ര പ്രഷർ ഉണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എൻ്റെ ഒരു അസംഷൻ വെച്ചിട്ട് എയർ പ്രഷർ നല്ല കുറവാകാനാണ് ചാൻസ്. കാരണം ഇത്രയും നാളെ ഞാൻ ഇതുവരെയ്ക്ക് എയർ പ്രഷറൊന്നും ചെക്ക് ചെയ്ത് ഓടിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത് നൈട്രജനാണ്. രക്ഷപ്പെട്ട് വർക്കിംഗ് ആണ്. അപ്പോൾ എൻ്റെ ബാക്കിൽ 32ഉം ഫ്രണ്ട് 25ഉമാണ് പ്രഷർ വരുന്നത്. അപ്പോൾ എനിക്ക് ഇത്രയും ആവശ്യമില്ല. 32 അതിൻ്റെ ടയർ പ്രഷർ 29 അടുപ്പിച്ച് ഇപ്പോഴും ഉണ്ട്. 32 ആയിട്ടുണ്ട്. ഞാൻ വിചാരിച്ച പോലെ വലിയ രീതിക്കുള്ള ഡ്രോപ്പൊന്നും ഇതിൽ വന്നിട്ടില്ല. 25 സെറ്റ് ചെയ്യാം. ബാക്കിലും 21 അടുപ്പിച്ചുണ്ട്. വലിയ രീതിക്കുള്ള ഡ്രോപ്പൊന്നുമില്ല. ഞാൻ നൈട്രജൻ അടിക്കുന്നുണ്ടായിരിക്കും ആ ചെറിയ രീതിക്കുള്ള ഡ്രോപ്പ് മാത്രമേ ഇതിൽ വരുന്നത്. നോർമൽ എയർ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഇതിൽ ഡ്രോപ്പ് ആയെന്ന്. അപ്പോൾ 2 ടയറിലും പക്കയായിട്ട് എയറൊക്കെ അടിച്ച് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം എയറൊക്കെ ചെക്ക് ചെയ്ത് കറക്റ്റായിട്ട് ഓടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ടയർ ലൈഫ് നിങ്ങൾക്ക് നോർമലിനെക്കാട്ടി കുറച്ചുകൂടി എക്സ്ട്രാ കിട്ടും. പിന്നെ നമ്മുടെ വണ്ടിയിൽ റെക്കമെൻഡ് ആയിട്ടുള്ള എയർ പ്രഷർ മാത്രം അടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പമ്പിലൊക്കെ ചെല്ലുമ്പോൾ അവർ ജനറലൈസ് ചെയ്ത് ഇപ്പോൾ തന്നെ ഇതിൽ ബാക്ക് ടയർ 36 കിടന്നത്. അപ്പോൾ ഇവന്മാരെല്ലാ വണ്ടിക്കും എന്തായാലും 36 ആയിരിക്കും അടിച്ച് കൊടുക്കുന്നത്. ടയർ പ്രഷറൊന്നും നമുക്ക് തോന്നിയ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കേണ്ട കാര്യമല്ല. നമ്മൾ ഓഫ് റോഡോ സ്റ്റണ്ടിങ്ങൊക്കെ ചെയ്യുന്നിടത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ടയർ പ്രഷർ കുറയ്ക്കാം. ടയർ പ്രഷറിലൊന്നും അധികം കളിക്കാതിരിക്കുക. ഈ ചിലവർ 36-40 അടിക്കാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് റിസ്ക്കി ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ റോഡും നമ്മുടെ ടയറുമായിട്ടുള്ള കോണ്ടാക്ട് നല്ല രീതിക്ക് കുറയും. അത്രയും എയർ പ്രഷർ വരുമ്പോഴത്തേക്ക് അത് നമ്മുടെ ബ്രേക്കിങ്ങിനെയും ഒരു റോഡുമായിട്ടുള്ള കോണ്ടാക്റ്റിനെയൊക്കെ കുറച്ച് നമുക്ക് ആക്സിഡൻ്റൊക്കെ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ ഗൈസ്, ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.